സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ലോക മനസാക്ഷിയെ തന്നെ മുറിപ്പെടുത്തിയ പെഹൽഗാം സംഭവം കഴിഞ്ഞിട്ട് 4 ദിവസമാകുമ്പോഴും രാജ്യത്തിൻ്റെ ആത്മരോഷം അടങ്ങുന്നില്ല. പാകിസ്ഥാൻ നേരിട്ടിടപെട്ട് നടത്തിയ, ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ നേരെ നടത്തിയ വലിയ ഒരു അതിക്രമം, അതിൻ്റെ വേദന, അത് രാജ്യത്തുണ്ടാക്കിയ പ്രതികരണം, ഇതെല്ലാം നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം പ്രതികാര നടപടികൾ എന്ന നിലയ്ക്ക് പാകിസ്ഥാനുമായിട്ടുള്ള ജല കരാർ വേണ്ടെന്ന് വയ്ക്കുകയാണ്. തൽക്കാലത്തേക്ക് ഫ്രീസ് ചെയ്യുകയാണ് ചെയ്തത്. പെർമനൻ്റ് ആയിട്ട് ഇല്ലാതാക്കുകയല്ല, അത് ഫ്രീസ് ചെയ്തു, മരവിപ്പിച്ചു. പകരമായി പാകിസ്ഥാൻ സിംല കരാറും ഇല്ലെന്നായി. ഈ സിംല കരാർ എന്ന് പറയുന്നത് 1971 യുദ്ധത്തിൽ പാകിസ്ഥാൻ നമ്മളുടെ മുൻപിൽ തോറ്റമ്പി സമയത്ത് 93,000 പട്ടാളക്കാർ ഇന്ത്യയുടെ മുൻപിൽ ആയുധം വെച്ച് കീഴടങ്ങി നിലവിളിച്ച് കിടന്ന സമയത്ത് അവർ ഏർപ്പെട്ട ഒരു കരാറാണ്. ആ കരാറിൻ്റെ മൂല്യം എന്താണെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഊഹിക്കാനാവും. ഒരു വിജയിയുടെ മുൻപിൽ ഒരു തോറ്റവനുണ്ടാക്കിയ കരാറ് ആർക്ക് അനുകൂലമായിട്ടുള്ള കരാറാണെന്ന് നമുക്കറിയാൻ സാധിക്കും. ആ കരാറിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം 2 കഷ്ണമായി പോയൊരു യുദ്ധമാണ്. പുതിയ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം പാകിസ്ഥാൻ എന്ന് വേർപെട്ട് ഫോം ചെയ്തു. ആ കരാറിലെ ഒന്നാമത്തെ വ്യവസ്ഥ ആ രാജ്യത്തെ പാകിസ്ഥാൻ അംഗീകരിക്കുക എന്നുള്ളതായിരുന്നു. ആ രാജ്യം ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്ന് പാകിസ്ഥാൻ അംഗീകരിക്കുക എന്നുള്ളതായിരുന്നു ആ കരാറിലെ ഏറ്റവും പ്രസക്തമായ ഭാഗം. അത് പാകിസ്ഥാൻ അംഗീകരിച്ചോടെ അത് കഴിഞ്ഞു. രണ്ടാമത്തതൊക്കെ സാധാരണ കാര്യങ്ങളാണ്. ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന 2 രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി, നിലവിലുള്ള അതിർത്തി, അത് പാലിക്കുക, അവിടെ വെടിവെപ്പില്ലാതിരിക്കുക, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ചർച്ചകളിലൂടെ പരിഹരിക്കുക. ഇതാണ് ആ കരാറിനകത്തുണ്ടായിരുന്നത്. അത് പാകിസ്ഥാൻ ഏകപക്ഷീയമായി ക്യാൻസൽ ചെയ്യുക വഴി ഇന്ത്യക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല. ഇന്ന് പത്രങ്ങളിലൊക്കെ അതുകൊണ്ട് ഇന്ത്യക്ക് ചില അഡ്വാൻറ്റേജസ് ഉണ്ടാകുന്ന കാര്യം ഡിസ്കസ് ചെയ്തത് നിങ്ങൾ വായിച്ചിട്ടുമുണ്ട്. ഗൗരവതരമായ അഡ്വാൻറ്റേജസ് ഒന്നുമില്ല. ആ കരാർ ഒരു ഇറിലവൻ്റ് ആയിട്ടൊരു കരാറാണ്. അത് മാനിക്കപ്പെടുന്നൊരു കരാറുള്ളതാണ്. കാരണം ഈ ലൈൻ ഓഫ് കൺട്രോളിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പലയിടത്തും വെടിവെപ്പുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ്. ഇനി ഇന്ത്യ റദ്ദാക്കിയ കരാർ എന്ന് പറയുന്നത് അത് വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുന്ന ഒരു കരാറാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു യുദ്ധത്തെക്കാൾ എത്രയോ ഭീകരമായിട്ടുള്ള സംഗതിയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1947 ഇന്ത്യ വിഭജനം എന്ന് പറയുന്ന, ഇന്ത്യ വിഭജിച്ച പാകിസ്ഥാൻ എന്ന് പറയുന്നൊരു പുതിയ രാജ്യം ഉണ്ടാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തറവാട് വേർപിരിയുന്നത് പോലെ ഒരുപാട് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീതം വയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ വീതം ഇപ്പോൾ ഭൂമിയാണ്. ഇപ്പോൾ ഭൂമി വീതം വെച്ചപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നഷ്ടം എന്ന് പറയുന്നത് നമ്മളുടെ പഞ്ചാബ് എന്ന് പറഞ്ഞ് അന്ന് അവിഭക്ത ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആ സംസ്ഥാനം, അത് ഇന്ത്യയിൽ ഏറ്റവും ഫലഭൂഷ്ടമായിട്ടുള്ള സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിൻ്റെ 2/3 ഭാഗവും പാകിസ്ഥാനിലേക്ക് പോയി എന്നുള്ളതാണ് വാസ്തവത്തിൽ ആ വിഭജനത്തിൽ ഭൂമിശാസ്ത്രപരമായി ഇന്ത്യക്ക് പറ്റിയ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത്. കാരണം വളരെ ഫെർട്ടൈലായിട്ടുള്ള, ഇന്ത്യയിലെ ഏറ്റവും അധികം ഫെർട്ടൈലായിട്ടുള്ള ആ സംസ്ഥാനത്തിൻ്റെ 2/3 ഭാഗം പാകിസ്ഥാനിലേക്ക് പോയി. അപ്പോൾ പാകിസ്ഥാനിനെ വാസ്തവത്തിൽ ഭക്ഷണം കഴിപ്പിക്കുന്നത് ഈ പഞ്ചാബ് എന്ന് പറയുന്ന അവരുടെ സംസ്ഥാനമാണ്. ഈ പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനം സിന്ധു നദിയുടെ ഡെൽറ്റയാണ്. സിന്ധു നദിയാണ് അതിനെ നനയ്ക്കുന്നത്. അപ്പോൾ ആ സിന്ധു നദി, അത് 5 നദികളുണ്ട്. സിന്ധു നദി എന്ന് പറഞ്ഞാൽ വലിയൊരു നദിയാണ്. ലോകത്തിലെ തന്നെ വലിയ നദികളിൽ പെടുന്ന ഒരു നദിയാണ് സിന്ധു നദി. അതിന് 5 പോഷക നദികൾ വേറെയുണ്ട്. അപ്പോൾ അന്ന് ജലം വിഭജിച്ച സമയത്ത് വേൾഡ് ബാങ്കിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു 1960 ആ കരാർ ഫോം ചെയ്തത്. കാരണം രണ്ടും പുതിയ രാജ്യങ്ങളെന്ന നിലയിൽ സാമാന്യം നല്ല രീതിയിൽ ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന രാജ്യങ്ങളാണ് രണ്ടും. അന്ന് വേൾഡ് ബാങ്കിൻ്റെ വലിയ സഹകരണത്തോടെ മാത്രമേ ഈ 2 രാജ്യങ്ങൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വേൾഡ് ബാങ്കിന് ഒരു മീഡിയേറ്ററായി പ്രവർത്തിക്കാനുള്ള മേൽക്കൈ എന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മേൽക്കൈ ഉപയോഗിച്ച് വേൾഡ് ബാങ്ക് ഇടപെട്ട് 2 രാജ്യങ്ങളും തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ജവഹർലാൽ നെഹ്റുവാണ് സംസാരിച്ചത്, നമുക്കറിയാം. പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് അയൂബ് ഖാനാണ് ഉണ്ടായിരുന്നത്. അന്ന് ഇന്ത്യയുടെ ഒരു ഗാന്ധിജിയുടെ ആ ഒരു കാലഘട്ടത്തിൻ്റെ തുടർച്ചയാണ്. 1947-48 പിന്നെ ഗാന്ധിജി ഭരിക്കുന്നത് നമുക്കറിയാം. അപ്പം ആ കാലഘട്ടം വരെ ഗാന്ധിജി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സാന്നിധ്യമാണ്. അപ്പം ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സർക്കിളിലുള്ള ഗാന്ധിജിയുടെ ഒരു സ്വാധീനമുണ്ട്. ആ സ്വാധീനം എപ്പോഴും പാകിസ്ഥാനെ അലിവോടെ കാണാൻ പൊളിറ്റിക്കൽ നേതൃത്വത്തെ പ്രേരിപ്പിച്ചിരുന്നു. അപ്പോൾ ഇവിടെ നെഹ്റു സ്വാഭാവികമായിട്ടും പാകിസ്ഥാന് നേരെ എന്നും ഒരു അലിവോടെയാണ് നെഹ്റുവിൻ്റെ ഭാഗത്തു നിന്ന് നീക്കങ്ങളുണ്ടായിട്ടുള്ളത്. ഇന്നിപ്പോൾ അതിനെപ്പറ്റി വിമർശിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പിന്നെ മുസ്ലിം പക്ഷപാതിയായിരുന്നു എന്നൊക്കെ വാദിക്കുന്ന ആളുകളുണ്ട്. അതിനോട് എനിക്ക് യോജിപ്പില്ല. അദ്ദേഹം പ്രത്യേകിച്ച് മതമൊന്നുമില്ലാത്ത ആളായിരുന്നു. അദ്ദേഹം ഒരു എത്തീസ്റ്റ് ആയിരുന്നു. കൾച്ചറലി അദ്ദേഹം ഒരു ഹിന്ദു ആയിരുന്നു. പക്ഷേ അദ്ദേഹം ഒരിക്കലും മതപരമായിട്ടൊരു ഹിന്ദു ആയിരുന്നില്ല. മുസ്ലിങ്ങളോട് മുസ്ലിം എന്ന മതത്തിൻ്റെ പേരിൽ
പ്രത്യേകിച്ച് വിരോധമൊന്നും അദ്ദേഹം സൂക്ഷിച്ചിരുന്നുമില്ല. എങ്കിലും ഗാന്ധിജിയുടെ ഒരു പാത പിന്തുടർന്ന ആള് എന്ന നിലയിൽ ഒരു ശത്രുവിനോട് അലിവ് കാട്ടണം എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ അദ്ദേഹം കൊണ്ടു നടന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജലതർക്കത്തിലുമൊക്കെ ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു പാകിസ്ഥാനോട് പെരുമാറിയത്. പക്ഷെ അവർ തിരിച്ചൊരിക്കലും നമ്മളെ ആ നിലയ്ക്ക് കണ്ടിട്ടില്ല. ഹിന്ദുസ്ഥാൻ ഹിന്ദുക്കളുടെ നാട് എന്ന നിലയ്ക്ക് മുച്ചൂടും നശിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന ഒരു ചിന്താഗതിയാണ് പാകിസ്ഥാനിൽ എക്കാലത്തും ഉണ്ടായിരുന്നത്. അടുത്ത കാലത്തായി, അല്ലെങ്കിൽ ഒരു 1980 ശേഷം ഈ ലോകമെമ്പാടും മത തീവ്രവാദം വല്ലാതെ വളർന്നതിന് ശേഷം ആ ഒരു നിലപാടിൽ അവർ വല്ലാതെ ഉറച്ചു പോയിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് ഭൂമുഖത്ത് നിന്ന് ഒഴിവാക്കേണ്ടതാണ്. ഹമാസ് ഇസ്രായേലിനെ ഭൂമുഖത്ത് ഒഴിവാക്കാൻ വേണ്ടി എത്രത്തോളം ആഗ്രഹിക്കുന്നു അത്രത്തോളം തന്നെ പാകിസ്ഥാൻ ഇന്ത്യയെ ഇവിടെ നിന്ന്, അല്ലെങ്കിൽ ഇന്ത്യയെ ഇസ്ലാമിവൽക്കരിക്കാൻ, ഇവിടുത്തെ ഹിന്ദു എന്ന് പറയുന്നത് ഇല്ലാതാക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പം അതിനുവേണ്ടി മാത്രം രൂപീകരിക്കപ്പെട്ട പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ വിങ്ങുകൾ തന്നെയാണ് ഈ ലഷ്കർ-ഇ തോയ്ബ, ജയ്ഷെ മുഹമ്മദ് എന്നൊക്കെ പറയുന്നത്. പട്ടാളക്കാർ തന്നെയാണ് അവർക്ക് പിന്നെ പട്ടാളത്തിൻ്റെ എല്ലാ ട്രെയിനിങ് കിട്ടുന്നുണ്ട്. പാകിസ്ഥാൻ്റെ ഒഫീഷ്യൽ പട്ടാളത്തിൻ്റെ സൈഡിൽ തന്നെയാണ് ഇവരുടെ എല്ലാം ക്യാമ്പുകളുള്ളത്. ഒഫീഷ്യൽ പട്ടാളത്തിന് ഗവൺമെൻറ്റിൽ നിന്നാണ് ശമ്പളം കിട്ടുന്നത്. ഈ പട്ടാളത്തിന് ശമ്പളം കിട്ടുന്നത് തീവ്രവാദ ഫണ്ടുകളിൽ നിന്നും, കൂടാതെ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെ ഹൂറിമാരുമാണ് ഈ പട്ടാളത്തിന് പ്രതിഫലം എന്ന് പറയുന്നത്. അപ്പോൾ അവർ ശരിക്കും ഇന്ത്യക്കെതിരെ, ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം വളർത്തിയെടുക്കുന്ന വേട്ടപ്പട്ടികളാണ് ഈ പറയുന്ന ജയ്ഷെ മുഹമ്മദും ലഷ്കർ-ഇ തോയ്ബയും ഒക്കെ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് ആ നദികളെ കുറിച്ചാണ്. ആ നദികളിൽ അന്ന് കരാർ പ്രകാരം 3 നദികൾ ഇന്ത്യക്ക് കിട്ടി. ആ നദികളുടെ പേര് രവി, ബിയാസ്, സത്ലജ് എന്ന നദികളാണ്. ഈ രവി എന്ന് പറയുന്ന നദി അത് ഹിമാചൽ പ്രദേശിലാണ് ഉത്ഭവിക്കുന്നത്. ഹിമാചൽ പ്രദേശ് ഉത്ഭവിച്ച് നമ്മളുടെ പഞ്ചാബ് സ്റ്റേറ്റിൽ കടന്ന്, അവരുടെ പഞ്ചാബ് സ്റ്റേറ്റിലേക്ക് കടന്ന് പിന്നീട് സിന്ധു നദിയിൽ പോയിട്ട് ചേരുന്ന പുഴയാണത്. ബിയാസ് എന്ന് പറയുന്ന നദിയും ഹിമാചൽ പ്രദേശിൽ തന്നെയാണ് ഉത്ഭവിക്കുന്നത്. ഈ പിന്നെ രവി നദി ഒഴുകുന്നത് പോലെ തന്നെ പഞ്ചാബിലേക്ക് അത് പ്രവേശിക്കും. പഞ്ചാബിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സത്ലജ് എന്ന് പറയുന്ന 3ാമത്തെ നദിയിലേക്ക് അത് പോയി ചേരും. ഇപ്പോൾ ഇതിലെ ഇന്ത്യയുടെ ഭാഗത്തുള്ള 3ാമത്തെ, അല്ലെങ്കിൽ ഇന്ത്യക്ക് ആ പങ്ക് പ്രകാരം കിട്ടിയ 3ാമത്തെ നദി സത്ലജ് എന്ന നദിയാണ്. വലിയ നദിയാണത്. അതിൽ ഈ രവിയും കൂടി ബിയാസും കൂടി ചേരുന്ന സമയത്ത് ഒരു വൻ നദിയായി തീരും. അപ്പം അത് ഹിമാചൽ പ്രദേശിൽ ഉത്ഭവിച്ച് പഞ്ചാബിലേക്ക് കടന്ന്, നമ്മുടെ പഞ്ചാബിലേക്ക് കടന്ന്, പഞ്ചാബിലൂടെ ഒഴുകി പാകിസ്ഥാൻ പഞ്ചാബിലേക്ക് കടന്ന് അതും സിന്ധു നദിയിൽ പോയിട്ട് പാകിസ്ഥാനിൽ വെച്ച് ചേരുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടിയ നദികൾ രവി, ബിയാസ്, സത്ലജ്. ഇത് ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലുമായിട്ടാണ് നമ്മളുടെ രാജ്യത്ത് അത് നിലകൊള്ളുന്നത്. ഇനി പാകിസ്ഥാൻ ഭാഗത്തേക്ക് നൽകപ്പെട്ട നദികൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇൻഡസ് റിവറാണ്. വലിയ നദിയാണ്. ഇത് വാസ്തവത്തിൽ ഉത്ഭവിക്കുന്നത് ചൈനയിലാണ്. ടിബറ്റ് പ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച് നമ്മളുടെ രാജ്യത്ത് ലഡാക്കിൽ പ്രവേശിച്ച് ഏകദേശം 710 കിലോമീറ്ററോളം ജമ്മു ആൻഡ് കാശ്മീരിലൂടെ ഒഴുകി ഇത് പാകിസ്ഥാൻ പ്രവേശിക്കുകയാണ്. പാകിസ്ഥാനിൽ ഈ നദി 3180 കിലോമീറ്റർ ദൂരം ഒഴുകുന്നുണ്ട് എന്നോർക്കണം. അപ്പോൾ ഈ പാകിസ്ഥാൻ്റെ മൊത്തം നീളം എന്ന് പറയുന്നത്, ഈ പാകിസ്ഥാൻ കേരളം പോലെ ഒരു സാധനമാണ്. വീതി കുറഞ്ഞ നീളം കൂടിയ ഒരു സംഗതിയാണ്. അപ്പോൾ ഈ നീളം കൂടിയ സംഗതിയുടെ വടക്ക് മുതൽ തെക്ക് വരെ എൻറ്റയർ ലെങ്തിൽ ഈ സിന്ധു നദി ഒഴുകും. ഇന്ത്യയിൽ നിന്ന് അത് അതിൻ്റെ വടക്കൻ പ്രവേശത്തേക്ക് പ്രവേശിച്ച് ആ രാജ്യത്തെ 2ആയി പകുത്തുകൊണ്ട് ആ രാജ്യത്തിൻ്റെ നടുവിലൂടെ ഒഴുകുന്ന ഒരു വൻ നദിയാണ് സിന്ധു എന്ന് പറയുന്നത്. അപ്പോൾ ഈ നദി പാകിസ്ഥാൻ്റെ മൊത്തം നീളം 1750 കിലോമീറ്റർ വരുമ്പം ഈ നദി പാകിസ്ഥാനിലൂടെ 3180 കിലോമീറ്റർ ദൂരം ഒഴുകുന്നുണ്ട്. വളഞ്ഞു ഒഴുകുന്നതുകൊണ്ടാണ് ഈ 3180 കിലോമീറ്റർ ദൂരം ഒഴുകുന്നത്. അപ്പോൾ അത് രാജ്യത്തെ എത്രത്തോളം നനയ്ക്കുന്ന ഒരു നദിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ 710 കിലോമീറ്റർ ദൂരം ഈ 3150-ലല്ല, ഇതിൻ്റെ മൊത്തം ലെങ്ത് 4000 കിലോമീറ്ററൊക്കെ മേലെ പോകുന്നതാണ്. അപ്പോൾ അതിൽ 710 കിലോമീറ്റർ ദൂരം ഇത് ഒഴുകുന്നത് ഇന്ത്യയിലെ ജമ്മു ആൻഡ് കാശ്മീരിലൂടെയാണ്. ഇന്ത്യയിലെ ലഡാക്കിലും ഇത് ഉണ്ട്. ചൈനയിൽ ഉത്ഭവിച്ച് ലഡാക്കിൽ കടന്ന് നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിൽ കടന്ന് പാക് ഓക്യുപ്പൈഡ് ജമ്മുവിൽ കടന്ന് സിന്ധിലൂടെയും പഞ്ചാബിലൂടെയും, പഞ്ചാബും സിന്ധും അവരുടെ സംസ്ഥാനങ്ങളാണ്, 2 സംസ്ഥാനങ്ങളിലൂടെ ഒഴുകിയാണ് ഇത് അറബിക്കടലിൽ പോയിട്ട് വീഴുന്നത്. പിന്നെ അടുത്ത നദി ജലം എന്ന് പറയുന്ന നദിയാണ്. ഇത് ജമ്മു ആൻഡ് കാശ്മീരിൽ ഉത്ഭവിക്കുന്ന ഒരു നദിയാണ്. നമ്മളുടെ ജമ്മു ആൻഡ് കാശ്മീരിൽ ഉത്ഭവിച്ച് അവരുടെ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലേക്ക് കടന്ന് സിന്ധു നദിയിൽ പോയിട്ട് ചേരുന്ന ഒരു നദിയാണ് ജലം എന്ന് പറയുന്ന നദി. ഇനി 3ാമത് അവർക്ക് ലഭിച്ച നദി എന്ന് പറയുന്നത് ചെനാബ് എന്ന് പറയുന്ന നദിയാണ്. ഇത് ഹിമാചൽ പ്രദേശിലാണ് ഉത്ഭവിക്കുന്നത്. ഹിമാചൽ പ്രദേശ് ഉത്ഭവിച്ചിട്ട് അത് വടക്കോട്ട് പോയി ജമ്മു ആൻഡ് കാശ്മീരിൽ പ്രവേശിക്കുന്നു. അങ്ങനെ ജമ്മു ആൻഡ് കാശ്മീരിൽ പ്രവേശിച്ചതിന് ശേഷം അത് പാക് ഓക്യുപ്പൈഡ് കാശ്മീരിൽ കടന്ന് സിന്ധുവിൽ ചേരുന്നു. അപ്പോൾ ഈ നദികളെല്ലാം പോയി ചേരുന്നത് സിന്ധുവിലാണ്. സിന്ധു വലിയ നദിയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളമാണ് പാകിസ്ഥാനെ നനയ്ക്കുന്നത്. ഈ സിന്ധു നദിയുടെ വെള്ളം പാകിസ്ഥാനിൽ പ്രവേശിച്ചില്ലെങ്കിൽ പാകിസ്ഥാൻകാർ പട്ടിണി കിടന്ന് ചത്തും.
അതുകൊണ്ടാണ് പാകിസ്ഥാൻ പറഞ്ഞത് ഈ ജലകരാറിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങുക എന്ന് പറയുന്നത് യുദ്ധപ്രഖ്യാപനമാണ്, ഔദ്യോഗികമായ യുദ്ധപ്രഖ്യാപനമാണ് എന്നവർ പറയുകയുണ്ടായി. അപ്പോൾ അത് യുദ്ധപ്രഖ്യാപനമാണ്, അവർക്ക് ചോടേണ്ടവർ തിരിച്ച് അടിച്ചോട്ടെ. അപ്പോൾ നമ്മൾ ഈ സിന്ധു ഇത് പറയുമ്പോൾ ഇതിൻ്റെ പ്രാക്ടിക്കബിലിറ്റി ചിന്തിക്കണം. കാരണം ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളൊരു കരാറാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഏകപക്ഷീയമായിട്ട് ആ കരാറിൽ നിന്ന് പിൻവാങ്ങുമ്പം ഇത് അന്താരാഷ്ട്ര കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് ടെററിസവുമായി ബന്ധപ്പെടുത്തിയ ഒരു വിഷയമായതുകൊണ്ട്, ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും പ്രമുഖമായ പ്രശ്നം ഇസ്ലാമിക ടെററിസം ആയതുകൊണ്ടും ഇത് ലോകരാഷ്ട്രങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിക്കും. അത് നയതന്ത്ര തലത്തിൽ ഇന്ത്യ കാര്യമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഇന്റർനാഷണൽ തലത്തിൽ കാര്യമായ ഒരു കാരണം വെള്ളം എന്ന് പറയുന്നത് ജീവനുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. മനുഷ്യൻ്റെ മാത്രമല്ല വൃക്ഷങ്ങളുടെയും ഒക്കെ ജീവനുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. അപ്പം അത് തടഞ്ഞു വെക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് നേരെ ചോദ്യങ്ങൾ ഉയരും പുരിയങ്ങൾ ഉയരും. അപ്പം നമ്മളത് ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനാണ്. നമ്മളുടെ ചോര അവരെ ഊറ്റിയെടുക്കുന്നു. അപ്പം ചോരയ്ക്ക് പകരം വെള്ളം എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇതിന് പറഞ്ഞ ഒരു മറുപടി. ചോരയ്ക്ക് പകരം വെള്ളം, ഞങ്ങളുടെ ചോര നിങ്ങൾ ഒഴിക്കിയാൽ നിങ്ങളുടെ വെള്ളം കൂടി ഞങ്ങൾ മുട്ടിക്കും എന്നുള്ളതാണ് അവരോട് പറഞ്ഞിട്ടുള്ള സംഗതി. അപ്പോൾ ഇത് എങ്ങനെ നമുക്കിത് മുട്ടിക്കാൻ പറ്റും? ഇത് എളുപ്പമുള്ള കാര്യമല്ല, വലിയ പുഴയാണ്. നമ്മൾ ഈ ജലകരാർ പ്രകാരം ഇത് നമ്മളുടെ നദികളല്ലാത്തതുകൊണ്ട് ഇതിൽ നമുക്ക് അണ കെട്ടാൻ ഒക്കെ നിയന്ത്രണങ്ങളുണ്ട്. വലിയ അണകളൊന്നും ഈ പാകിസ്ഥാനിൻ്റെ വീതമായി കിട്ടിയ ഇൻഡസ്, ജലം, ചനാബ് എന്ന് പറയുന്ന നദികൾ നമ്മൾ കെട്ടിയിട്ടില്ല. നമ്മുടെ രാജ്യത്തൂടെ വലിയ ദൂരങ്ങൾ ഇത് ഒഴുകുന്നുണ്ടെങ്കിലും കാര്യമായ അണകളൊന്നും നമ്മൾ ഇതിനകത്ത് നിർമ്മിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഇതിനകത്ത് ജലം നമ്മൾ തടയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോലെ ഉള്ള അണകൾ വെച്ചുകൊണ്ട് നല്ല വേനൽക്കാലത്ത് വേണമെങ്കിൽ നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ നല്ല വേനൽക്കാലത്ത് വെള്ളം തടഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ഇപ്പം വയലുകളിലൊക്കെ ഗോതമ്പ് വിളഞ്ഞു കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നെല്ല് വിളഞ്ഞു കിടക്കുന്ന സമയത്ത് അവസാനത്തെ ഒറ്റ ആഴ്ച വെള്ളം കിട്ടായിരുന്നാൽ മതി, അതിന് പണിയുണ്ട്, അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം കൊയ്യുന്നതിൻ്റെ ഒറ്റ ആഴ്ച മുൻപ് വെള്ളം കട്ട് ഓഫ് ആയി പോയി കഴിഞ്ഞാൽ ആ സാധനം മൊത്തം നശിച്ചു പോകും. അപ്പം ഇത് വലിയ എപ്പോഴും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വെക്കേണ്ട കാര്യമൊന്നുമല്ല. ആ പീക്ക് സമ്മറിൽ വെള്ളം ഏറ്റവും കൂടുതൽ ഡാമിലെ വെള്ളത്തിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ കനാലുകളിലൂടെ വരുന്ന വെള്ളത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് കൃഷി നടക്കുന്ന ആ സമയത്ത്, ഒട്ടും മഴയില്ലാത്ത സമയത്ത്, ഇത് പുഴയിലെ കനാലിലെ വെള്ളം കൊണ്ടാണ്. ആ സമയത്ത് ജസ്റ്റ് ഒറ്റയാഴ്ച ബ്ലോക്ക് ചെയ്തിട്ടാൽ മതി. ഒറ്റയാഴ്ച ബ്ലോക്ക് ചെയ്തിട്ടാൽ കംപ്ലീറ്റ് ധാന്യങ്ങൾ കരിഞ്ഞു പോകും. രാജ്യത്തിൻ്റെ കാര്യം അധോഗതിയായി പോകും. ചെറിയ കാര്യമല്ല അത്. ഒരു വർഷത്തെ ഭക്ഷണം അല്ലെങ്കിൽ 2, 3, 4, 5, 6 മാസത്തേക്കുള്ള ഭക്ഷണമാണ് ഒരു ചെറിയ സമയം കൊണ്ട് ഇല്ലാതായി പോകുന്നത്. അപ്പോൾ അത് ചെയ്യാൻ പറ്റും. അപ്പം അത് ചെയ്യുമെന്നാണ് ഇപ്പം പ്രധാനമന്ത്രി പറയുന്നത്. കാരണം മാത്രമല്ല, ദീർഘകാല അടിസ്ഥാനത്തിലേക്ക് ഈ നദികളിലൊക്കെ വലിയ ഡാമുകൾ നിർമ്മിക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും ഇന്റർനാഷണൽ കോടതികളിലൊക്കെ ചോദ്യം വരും. ഇവിടെയൊക്കെ നമുക്ക് മാതൃകയായി നിൽക്കുന്നത് ഇസ്രായേലാണ്. അവരെ ആക്രമിക്കുന്ന രാജ്യങ്ങളോട് അല്ലെങ്കിൽ അവരെ ആക്രമിക്കുന്ന ഭീകര സംഘടനകളോട് അവർ നടപടി എടുക്കുമ്പോൾ ഒരു രാജ്യാന്തര കോടതിയും അവർ ശ്രദ്ധിക്കാറില്ല. അവരുടെ രാജ്യത്തിൻ്റെ രക്ഷ മാത്രം നോക്കിയാണ് അവർ ചെയ്യുന്നത്, അവരുടെ എക്സിസ്റ്റൻസ്, അവരുടെ നിലനിൽപ്പ്. അപ്പം നമ്മളും ഇത്തരം നിലപാടുകളിലേക്ക് പോവേണ്ടി വരും. ഇപ്പോൾ ഗാന്ധിസമൊക്കെ വേകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ ഗാന്ധിസം വേകുന്ന കാലം പോയി. ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഇസ്ലാമിക ഭീകരത എന്ന് പറയുന്നത് ലോകത്തെ അതുപോലെ ഭീഷണിപ്പെടുത്തുന്ന, അതുപോലെ അനവസരപ്പെടുത്തുന്ന അത്രയും പ്രാകൃതമായൊരു സംഗതിയാണ്. ഈ പ്രാകൃതമായ സംഗതിയുടെ മുൻപിൽ പോയിട്ട് നമ്മൾ വേദം പറഞ്ഞിട്ട് കാര്യമില്ല. ഡോണ്ട് കാസ്റ്റ് പേൾ ബിഫോർ പിഗ് എന്നാണ്. പന്നിയുടെ മുമ്പിൽ മുത്തെറിഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. മുത്തെന്താണെന്ന് പന്നിക്ക് അറിയാൻ പാടില്ല. പന്നിയെ മുത്ത് ചവിട്ടിക്കളയുകയും നിങ്ങളെ തിരിച്ചാക്രമിക്കുകയും ചെയ്യും എന്നാണ് സുവിശേഷം നിങ്ങളോട് പറയുന്നത്. അപ്പം അവൻ്റെ മുമ്പിൽ പോയിട്ട് സ്നേഹം, കരുണ, ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞാൽ അവന് മനസ്സിലാകില്ല. അവന് മനസ്സിലാകുന്ന ആക്രമണത്തിൻ്റെ ഭാഷ മാത്രമാണ്. ഇപ്പം നമുക്കൊരു യുദ്ധം എന്ന് പറയുന്നത് ഇപ്പം വിമാനങ്ങളും തോക്കുകളും മിസൈലുകളും ഒക്കെ ഉപയോഗിച്ചൊരു യുദ്ധം എന്ന് പറയുന്നത് ഹൈലി എക്സ്പെൻസീവാണ്. മാത്രമല്ല അത് ഡിസ്ട്രക്റ്റീവാണ്. രാജ്യത്തിന് വലിയ ചിലവുണ്ടാക്കി നമ്മുടെ രാജ്യത്തും യുദ്ധം ചെയ്യുന്ന രാജ്യത്തിനും അതിൻ്റെ പീഡനം അനുഭവിക്കുന്ന രാജ്യത്തിനും ഒരുപോലെ ഒട്ടനെ ഉണ്ടാവും. കാരണം അത്രയും പണച്ചിലവുള്ള കാര്യമാണ്. നേരെ മറിച്ച് ഇത് എക്സ്പെൻസ് കുറവാണ്, അതിനേക്കാൾ എത്രയോ കൂടുതൽ ഇഫക്റ്റീവാണ്. കാരണം എൻറ്റയർ കൺട്രി, രാജ്യത്തെ ഓരോ പൗരൻ്റെയും തലയ്ക്ക് ഇത് വീഴും. അപ്പോൾ ഇതിൽ നിന്ന് വാസ്തവത്തിൽ ഇന്ത്യ ഉദ്ദേശിക്കുന്നത് ഇവരുടെ വെള്ളം കട്ട് ചെയ്യാനല്ല, അവിടെ വലിയൊരു ആഭ്യന്തര കലാപം ഉണ്ടാവണം. വെള്ളം കിട്ടുകയില്ല എന്നുള്ള ഭയത്തിൽ ആളുകൾ ഗവൺമെൻറ്റിനെതിരെ തിരിയുകയും ഇങ്ങനെ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റിന് അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടണം എന്നുള്ളതാണ് ആത്യന്തികമായി ഇതിൻ്റെ ലക്ഷ്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരെ പട്ടിണി ഇടുക എന്നുള്ളതല്ല തീവ്രവാദം എന്നുള്ളത്. പാകിസ്ഥാനിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത തീവ്രവാദം ഇന്ത്യയിൽ എത്താൻ പാടില്ല. പാകിസ്ഥാനിൽ തീവ്രവാദം ഉണ്ട്, അവിടെ തമ്മിൽ തല്ലിച്ചത്തോട്ടെ, അവരങ്ങോട്ടും ഇങ്ങോട്ടും ബിസ്മി വലിയ അറുത്ത് കൊന്നോട്ടെ, ഇങ്ങോട്ട് വരണ്ട എന്നുള്ളതാണ് നമ്മളുടെ നിലപാട്. ആ നിലപാടിന് വേണ്ടിയാണ് ഈ കാര്യം നമ്മൾ ഈ ട്രീറ്റി നമ്മൾ തൽക്കാലത്തേക്ക് ഫ്രീസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അവർക്ക് തീവ്രവാദ നിലപാടുകളിൽ നിന്ന് 100% പിൻവാങ്ങാൻ കഴിയുന്ന സമയത്ത് ആ ഫ്രീസിംഗ് എന്ന് പറയുന്ന കാര്യം എടുത്തു മാറ്റാവുന്നതേ ഉള്ളൂ.
ഇനി ഇതിൽ ഞാൻ പറഞ്ഞു, ഇതിൽ ശരിക്കും ഇസ്രായേലാണ് ഈ കാര്യത്തിലൊക്കെ മോഡലായിട്ടുള്ളത്. അവർ അവരുടെ നേരെ വരുന്ന കാര്യങ്ങളെ ചെറുക്കുന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള മയവും അവർ കാണിക്കാറില്ല. ഒരു ഇന്റർനാഷണൽ കോടതിയും പ്രശ്നമല്ല. കഴിഞ്ഞ ദിവസം ഫ്രാൻസിൽ നിന്ന് 30 MP-മാർ ഇസ്രായേൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വിമാനത്താവളത്തിൽ എത്തിയ സമയത്ത് അവർ അറിയുന്നത് അവരുടെ വിസ ഇസ്രായേൽ പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ട് ക്യാൻസൽ ചെയ്തിരുന്നു. അതിൻ്റെ കാരണം അവരുടെ പ്രധാനമന്ത്രി പാലസ്തീൻ സ്റ്റേറ്റിനെ അംഗീകരിക്കണമെന്നൊരു പ്രസ്താവന ഇറക്കി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രസ്താവന ഇറക്കിയ പ്രധാനമന്ത്രിയുടെ MP-മാർ ഇസ്രായേലിലേക്ക് വരണം, നിങ്ങൾ അവിടെ തന്നെ നിന്നാൽ മതി. അവർ കോട്ട് സൂട്ടൊക്കെ ഇട്ട് വിമാനത്തെ കയറാൻ വേണ്ടി പോയപ്പോഴാണ് അവരറിഞ്ഞത് അവരുടെ വിസ ഇസ്രായേലിലേക്കുള്ള ക്യാൻസൽ ചെയ്തു എന്ന്. അത്ര നടപടികൾ ചിലപ്പോൾ വേണ്ടി വരും. നമ്മുടെ രാജ്യത്തിനും അത് വേണ്ടി വരും. നമ്മുടെ പ്രധാനമന്ത്രി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്, അദ്ദേഹത്തിന് ഇതൊക്കെ ചെയ്യാൻ പറ്റും. മിലിറ്ററി ഓപ്ഷൻസിനേക്കാളും അല്ലെങ്കിൽ പോയിട്ട് യുദ്ധം ചെയ്തതിനേക്കാളും എത്രയോ മെച്ചപ്പെട്ട ഓപ്ഷനാണ് ഇത്തരം ഓപ്ഷൻസ് എന്നുള്ളതും വളരെ ശരിയായ സംഗതിയാണ്.